രാംകുമാർ, വർഗീയത പറഞ്ഞെന്ന ആക്ഷേപം കേട്ടിട്ടൊടുവിൽ വർഗീയതയ്ക്ക് മുന്നിൽ തന്നെ മുട്ടുമടക്കിയോ സജി ചെറിയാൻ? യാതൊരു സംശയവുമില്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഭൂഷണമല്ലാത്ത രീതിയിൽ നട്ടല്ലില്ലാത്ത, നാണം കെട്ട, യാതൊരു തത്വദീക്ഷയുമില്ലാത്ത പരിപൂർണമായ കീഴടങ്ങലായി, അതും പാർട്ടി നിർദ്ദേശിച്ചിട്ട് പ്രത്യയശാസ്ത്രങ്ങളോട് പരിപൂർണമായും വിട പറഞ്ഞുകൊണ്ട് ഏതാനും വോട്ടുകൾക്ക് വേണ്ടി ഏത് അവസരവാദമായ സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടിയായി അധപ്പതിച്ചിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. അവർക്ക് പോലും ഈ പതനത്തിലെത്തുക എന്നുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ജീർണത നമുക്കൊന്ന് ആലോചിച്ചാൽ മതിയാവും. കോൺഗ്രസ് ഇത് ചെയ്തെങ്കിൽ ആർക്കും അത്ഭുതമില്ല. കാരണം പ്രീണനത്തിൻ്റെയും കീഴടങ്ങലിൻ്റെയും പര്യായം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മൃതപ്രായത്തിലുള്ള ആ സംഘടന. പക്ഷേ CPM-നെ കുറിച്ച് ജനങ്ങളുടെ പ്രതീക്ഷ മറിച്ചായിരുന്നു. ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇന്നും നിലനിൽക്കുന്നതാണ് CPM എന്നാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്. അവർ ആരംഭകാലം മുതലേ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് മതം മനുഷ്യന് മയക്കുന്ന കറുപ്പാണ്, കാറൽ മാർക്സിനെ ഉദ്ധരിച്ചുകൊണ്ട്. ആ മതസംഘടന മതത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി കീഴടങ്ങി നിലത്തിഴയാൻ തയ്യാറായിരിക്കുകയാണ് ഇന്ന് പാർട്ടി നേതൃത്വം. പാർട്ടി പറഞ്ഞിട്ടാണ് എന്ന മുഖവരയോടുകൂടിയാണ് മന്ത്രി സജി ചെറിയാൻ പിൻവലിച്ചത്. അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിട്ടല്ല, അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ സമ്മതിച്ചു. ഇതിലും വലിയ സന്നിഗ്ധാവസ്ഥയിൽ, ഉദാഹരണത്തിന് ജനങ്ങൾ പുറത്തിറങ്ങി തല്ലും എന്ന സന്ദർഭത്തിൽ ചങ്കൂറ്റത്തോടുകൂടി ചൈനയുടെ ആക്രമണ സമയത്ത് ചൈനയുടേതാണെന്നും നമ്മുടേതാണെന്നും എന്ന നിലപാടെടുത്ത് 65-ലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന പാർട്ടിയല്ലേത്. അന്ന് ജനങ്ങൾക്ക് ആ പാർട്ടിയോട് വലിയ മതിപ്പായിരുന്നു. കാരണം ജനങ്ങൾക്ക് സമ്മതമല്ലാത്ത കാര്യങ്ങൾ പോലും ഉറച്ച നിലപാടെടുത്ത് തെരഞ്ഞെടുപ്പുകൾ ജയിക്കാം എന്ന് കാണിച്ച ഇന്ന് എവിടെ പോയി? പ്രത്യയശാസ്ത്രം എവിടെ പോയി? തത്വദീക്ഷകൾ എവിടെ പോയി? ആശയങ്ങൾ എവിടെ പോയി? മതേതരത്വം എവിടെ പോയി? അതും മതസംഘടനകൾക്ക് മുമ്പിലാണ് ഈ മുട്ടുമടക്കൽ. അതാണ് ഏറ്റവും ദുഃഖകരം. ഇന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മതസംഘടനകൾ, ഞാനത് ജിഹാദി മുന്നണി എന്നാണ് വിളിക്കുന്നത്, എന്നെപ്പറ്റി എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, എനിക്ക് പരാതിയില്ല. ആ ജിഹാദി മുന്നണിയുടെ അഹങ്കാരം കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ ലക്ഷണമാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്, ഞങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് മുഹമ്മദ് നബി പറഞ്ഞതാണ്. മുഹമ്മദ് നബിയോട് അപരാധമായിരിക്കും അത് തള്ളിപ്പറഞ്ഞാൽ എന്ന് ചങ്കൂറ്റത്തോടു കൂടി ഒരു മതസംഘടന പറയുമ്പോൾ അതെങ്കിലും അനുകരിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കാതെ അവരുടെ മുമ്പിൽ മുട്ടുമടക്കി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം. പിന്നെ കോൺഗ്രസും ഈ പാർട്ടിയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം മൃതപ്രായരായി. ലീഗ് എന്ന ഊന്നുവടിയുടെ സഹായത്തിലാണ് 140 വയസ്സായ വൃദ്ധനിപ്പോൾ നടക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ദയനീയ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അവരുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് 2 കുടുംബാംഗങ്ങളെ പാർലമെൻറ്റിൽ എത്തിക്കാനുള്ള വ്യഗ്രത കൊണ്ട് ഏത് വൃത്തികേട് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. പച്ചക്കൊടി പിടിച്ച് മുമ്പിൽ നിർത്തി നടത്താൻ അവർ തയ്യാറായിരിക്കുകയാണ്, മൂർണ്ണക്കൊടി മാറ്റി വെച്ചുകൊണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം, ആ പതനം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ പാർട്ടിക്ക് ഇതുപോലൊരു അധപ്പതനം ഉണ്ടാകുമെന്ന് കേരളത്തിലെ ജനങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് CVS അച്യുതാനന്ദൻ ഇതേ ആശയം പറഞ്ഞല്ലോ, ശ്രീ AK ആൻ്റണി ഇതേ ആശയം പറഞ്ഞല്ലോ. എന്തിനു പോട്ടെ, തൻ്റെ ഇടമുള്ള ബിന്ദുകൃഷ്ണ, ശ്രീമതി ബിന്ദുകൃഷ്ണ, കൊല്ലത്തെന്നുള്ള പ്രമുഖ കോൺഗ്രസ് പ്രവർത്തക, വളരെ പ്രഗത്ഭയായ കോൺഗ്രസ്, അവർ പറഞ്ഞല്ലോ, അവരാരും പിൻവലിച്ചില്ലല്ലോ. എന്നിട്ട് എന്താ തല പോയോ? അപ്പോൾ ഇത്രയും ശക്തിമത്തായ ഒരു പ്രസ്ഥാനം ഈ മതഭീകരതയുടെ ഭീഷണിക്ക് മുമ്പിൽ എന്ത് മുട്ടുമടക്കി 4 വോട്ടിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് ജനങ്ങളെ അറിയിക്കണമെങ്കിൽ അവരുടെ
അധികാരത്തിലുള്ള തൃഷ്ണയും ആത്മവിശ്വാസം പരിപൂർണമായി നഷ്ടപ്പെട്ടതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. ഇതിലും വലിയൊരു നാണക്കേട് ആ പാർട്ടിയുടെ ചരിത്രത്തിൽ, അതിൻ്റെ പ്രവർത്തന ശൈലിയിൽ വാസ്തവത്തിൽ കേരളത്തിൽ ആ പാർട്ടിയുടെ ആരാധകർ എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസം പാവപ്പെട്ടവർക്ക് വേണ്ടി നിലനിൽക്കുന്നൊരു പ്രസ്ഥാനമാണ്. അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ പ്രസ്ഥാനം പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്നതാണ്. അവരുടെ ആരാധകർ പോലും ഇന്ന് നിരാശരായിരിക്കണം. കാരണം അവർ കീഴടങ്ങിയത് ആരുടെ മുമ്പിലാണ്? മതത്തിൻ്റെ പേര് പറയുന്നവരിൽ, മതത്തിൻ്റെ പേരിൽ രാജ്യമുണ്ടാക്കിയവർ, മതത്തിൻ്റെ പേരിൽ യോജിച്ചുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞ് ചങ്കൂറ്റത്തോടുകൂടി പറയുന്നു. അവിടെ മാത്രം തീർന്നില്ല. 21 കത്തിയെക്കുറിച്ചും കുന്തിരിക്കം കത്തിക്കുന്നതിനെക്കുറിച്ചും പിന്നെ അമ്പലനടയിൽ കെട്ടിത്തൂക്കുമെന്ന മുദ്രാവാക്യം വിളിക്കാനുള്ള ചങ്കൂറ്റം ധൈര്യത്തോട് കാണിക്കുന്ന മതസംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരുടെ മുമ്പിലാണ് 24 മണിക്കൂറും മതേതരത്വം പറയുന്ന ഒരു പ്രസ്ഥാനം മുട്ടുമടക്കി ഇഴഞ്ഞ് നടക്കുന്നത്. വാസ്തവത്തിൽ ദയനീയമാണ് ആ കാഴ്ച. എന്തിനാണ്? ഏതാനും സീറ്റുകൾക്ക് വേണ്ടി. ഇതുകൊണ്ട് സീറ്റ് കൂടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ജനങ്ങളുടെ അവജ്ഞ, ജനങ്ങളുടെ അങ്ങേയറ്റത്ര ആഭാസകരമായ രീതിയിലുള്ള പ്രവർത്തനം എന്ന ചിന്ത മനസ്സിൽ ഉദ്ദീപിക്കാൻ മാത്രമേ ഈ കീഴടങ്ങൽ വഴിവെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മനസ്സിലാക്കിടത്തോളം ശ്രീ സജി ചെറിയാൻ അദ്ദേഹത്തിന് പിൻവലിക്കാൻ താല്പര്യമില്ല. പക്ഷേ പാർട്ടിയുടെ അച്ചടക്കമുള്ളൊരു മന്ത്രി എന്ന നിലയ്ക്കും പ്രവർത്തകൻ എന്ന നിലയ്ക്കും അദ്ദേഹം അത് ചെയ്തത് മര്യാദയാണ്. കാരണം പാർട്ടി പറഞ്ഞ കേൾക്കണമല്ലോ. നല്ലൊരു പാർട്ടി പ്രവർത്തകൻ്റെ, രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ശൈലി പാർട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കുക. അത് അദ്ദേഹം മാന്യമായി ചെയ്തു. പക്ഷേ ആ പാർട്ടിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ അപവാദമുണ്ടാക്കിക്കൊണ്ട് ഇവരുടെ മതേതരത്വം കാപട്യമാണ്, ഇവരുടെ മതങ്ങളോടുള്ള സമീപനം കാപട്യമാണ്, മതം കരുപ്പാണ് എന്ന് പറയുന്ന ഒരു മതത്തിനെ ആശ്രയിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ നടക്കുന്നവരാണ്. അവർക്കിപ്പോൾ പ്രത്യയശാസ്ത്രം പ്രശ്നമല്ല. ഏത് നിലയ്ക്കും തുടർ ഭരണം ഉറപ്പുവരുത്തണം, അതിനെന്ത് വൃത്തികേടും ചെയ്യാം എന്ന പതനത്തിൽ ആ പാർട്ടി എത്തിച്ചേർന്നു എന്നുള്ളത് ഞാൻ അല്പം പോലും വിദ്വേഷം കൊണ്ടോ ദേഷ്യം കൊണ്ടോ അങ്ങേയറ്റത്തെ അഗാധമായ ദുഃഖം കൊണ്ടാണ് പറയുന്നത്. കാരണം ഈ പ്രസ്ഥാനത്തിനെ കുറിച്ച് വലിയ മതിപ്പുള്ള ഒരാളാണ് ഞാൻ. അവരുടെ പ്രവർത്തന ശൈലിയോട് എന്ത് എതിർപ്പുണ്ടെങ്കിലും ആ പ്രസ്ഥാനം പാവപ്പെട്ടവർക്ക് വേണ്ടി നിലനിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് ആരാധനയോടുകൂടി കണ്ടിരുന്നതാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനീസ് ആക്രമണ സമയത്ത് മറ്റെല്ലാ പാർട്ടികളും എടുക്കാതെ വ്യത്യസ്തമായൊരു നിലപാട് ധൈര്യപൂർവ്വം എടുത്ത് പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് ജനങ്ങളുടെ മതിപ്പ് നേടി 65 തെരഞ്ഞെടുപ്പിൽ ജയിച്ചൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ